നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ആഘോഷമല്ലേ. അപ്പോൾ ഏത് പാർട്ടിക്കാർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ പാർട്ടി നമ്മൾ തുടങ്ങണം. ഈ പാർട്ടിയിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണം എന്നുള്ളതാണ്. ഇത് ഹാപ്പിനെസ് പാർട്ടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പേര് വെച്ചിട്ട് ഞാൻ പറഞ്ഞു പുഞ്ചിരി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ. ചിലരും ചോദിച്ചു നിങ്ങൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ടോ. തീർച്ചയായിട്ടും ഹാപ്പിനെസ് പാർട്ടീൻ്റെ സ്ഥാനാർത്ഥിയായി ജനഹൃദയങ്ങളിൽ നമ്മൾ മത്സരിക്കാം. ഹാപ്പിനെസ് അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ്, സമാധാനം, ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ നമുക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിലനിൽക്കുന്നത്. തമ്മിൽ പരസ്പരം തമ്മിലടിച്ച് തീരാനുള്ളതല്ലല്ലോ നമ്മളെ ജീവിതം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഹാപ്പിനെസ് പാർട്ടിയുടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു 12 ഡേ ചലഞ്ച് ഇവിടെ ചെയ്യണം. 12 ഡേ ഹാപ്പിനെസ് ചലഞ്ച്. ഓക്കെ, ഗെറ്റ് റെഡി. 12 ഡേ പഞ്ചായത്ത് ഇലക്ഷൻ ചലഞ്ച്. ഡേ 1 ആണ്. നമ്മളിങ്ങനെ ഇലക്ഷൻ ഇങ്ങനെ വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ അങ്ങോട്ടുള്ള കരണ്ട് അങ്ങ് പോയി. പെട്ടെന്ന് കരണ്ട് പോയി. എന്നിട്ട് നമുക്ക് ആ കരണ്ട് പോയപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് സന്തോഷത്തിൻ്റെ സ്പാർക്ക് ഉണ്ടാകുകയാണ്. ഓക്കെ, അപ്പോൾ കരണ്ട് പോകുന്നു, നമ്മൾ ചിരിക്കുന്നു. ഓക്കെ, കരണ്ട് പോയി. പക്ഷെ ആ കരണ്ട് പോയ സമയത്ത് നമ്മൾ ക്യൂവിൽ പല പാർട്ടിക്കും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ആൾക്കാരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരേ ഒരു സ്വരത്തോടെ നമ്മൾ ചിരിയോടെ നമ്മളെ ഹാപ്പിനെസ്സിൻ്റെ വോട്ട് രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചിരിക്കുകയാണ്. ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ പ്രതിപക്ഷ പാർട്ടിയുടെ ആളുണ്ട്, ഭരണപക്ഷത്തിൻ്റെ ആളുണ്ട്, എല്ലാവരും കൂടി ഹാ 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 ഹാ. ഓക്കെ, നമുക്ക് എത്ര വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ടെങ്കിലും നമ്മളെല്ലാം യുണൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചിരിയാണ്. യെസ്, ഈ ഇലക്ഷൻ ദിവസങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചിരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. സ്മൈൽ ഫസ്റ്റ്, പൊളിറ്റിക്സ് നെക്സ്റ്റ്. രാഷ്ട്രീയ വൈരാഗ്യങ്ങളുടെ, രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ഈ ഒരു നമ്മെ തമ്മിൽ അകറ്റുന്ന ഈ വാൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചിരിച്ച് തുടങ്ങണം. എല്ലാവരോടും ചിരിക്കുക. രാഷ്ട്രീയക്കാർ ചിരിക്കാൻ വലിയ മോശമൊന്നുമില്ലല്ലോ, അതേ ചിരി നമ്മളും പാസ്സാക്കുക. ഓക്കെ, എലക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് പുറത്ത് നടക്കുന്നൊരു സംഭവമാണ്. നമ്മുടെ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിലുമാണ്. ഒരു നിമിഷം എലക്ഷൻ്റെ കോലാഹലങ്ങളൊക്കെ മറന്നിട്ട് നമ്മളൊരു ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, പഞ്ചായത്ത് ഇലക്ഷൻ ചലഞ്ച് ഡേ 2. വ്യത്യസ്ത കളറിലുള്ള വ്യത്യസ്ത ഫ്ലാഗുകളുമായിട്ട് നമ്മൾ ജാഥ വിളിച്ച് പോവുക. മഴവിൽ വർണ്ണങ്ങളിലുള്ള കളറിൽ, വെള്ള കളറ്, ചുവപ്പ്, പച്ച, ഓറഞ്ച്, നീല, മഞ്ഞ, ഇതെല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള നമ്മുടെ ദേശീയ പതാകയുടെ കളറുകൾ എത്ര മനോഹരമാണല്ലേ. ഫ്ലാഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നില്ല. ഈ ഫ്ലാഗ് പിടിച്ച മനുഷ്യന്മാരും അടി കൂടേണ്ടതില്ല. ഇന്നത്തെ ദിവസം നമ്മൾ ഒരു ഫ്ലാഗ് ലാഫ്റ്റർ യോഗ ചെയ്യാൻ പോവുകയാണ്. ഒരു നിമിഷം നമ്മൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചതായിട്ട് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ സിന്ദാബാദ് വിളിക്കുമ്പം നമ്മളെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ വായിൽ നിന്ന് ചിരി മാത്രം വരുന്നതായി നോക്കുക. ഓക്കെ, സിന്ദാബാദ് ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കാൻ മറ്റൊന്നിനുള്ള ശത്രുത തോന്നാനൊക്കെയുള്ള സാധ്യത ഉണ്ടല്ലോ. ഇതൊക്കെ ഇല്ലാതാക്കാൻ ഈ ലാഫ്റ്റർ യോഗ കൊണ്ട് സാധ്യമാവും എന്നുള്ളതാണ്. ഒരു നിമിഷം നമ്മളൊരു കാര്യം ചിന്തിക്കുക. നമ്മളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സിന്ദാബാദ് വിളിച്ചു വരുന്ന ആൾക്കാരും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ സിന്ദാബാദ് വിളിച്ചു വരുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഈ ശ്വാസമൊക്കെ സെയിമാണല്ലോ, എല്ലാവരും ജീവനോടുള്ളതാണല്ലോ. എന്നിട്ട് നമ്മളെ ബ്രീത്തിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുക, നമ്മുടെ ബോഡിയിലേക്ക് അവെയർ ആവുക, മറ്റുള്ളവരുടെ ബോഡിയിലേക്ക് അവെയർ ആവുക. ഓക്കെ, ആൻഡ് ബി പീസ്ഫുൾ. നമ്മുടെ ചിഹ്നം പുഞ്ചിരി, നമ്മുടെ ചിഹ്നം പുഞ്ചിരി, നമ്മളുടെ ജയം സമാധാനം. ചലഞ്ചിൻ്റെ ഡേ 3. എലക്ഷൻ റിസൾട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് ആൾക്കാർ വോട്ട് ചെയ്തതിന് വെച്ച് വരുന്നതാണ്. ബട്ട് വി ക്യാൻ കൺട്രോൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വികാരങ്ങളാണ്. നമ്മളെ പാർട്ടി തോറ്റുപോയി, സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ പാർട്ടി ജയിച്ചു, അമിതമായിട്ട്
മറ്റുള്ളവരെ അതിനു വേണ്ടി കളിയാക്കേണ്ട കാര്യമില്ല. ഇനി കളിയാക്കിയാലും കുഴപ്പമില്ല. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം ഘട്ടത്തിൽ നമ്മൾ ആ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു EVM ബട്ടൺ ലാഫ്റ്റർ യോഗ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിന്ന് അവിടെ എത്തുന്നു. EVMലേക്ക് നിങ്ങൾ വിരലമർത്തുന്നു. ആ വിരലമർത്തുമ്പോൾ നിങ്ങൾ വോട്ട് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നു. ആ വോട്ട് രേഖപ്പെടുത്തുന്നത് ചിരിയായി പുറത്ത് വരുന്നു. ഓക്കെ, നമ്മളിതൊക്കെ എൻട്രി ചെയ്തു. അവിടെ ബാലറ്റ് EVM ബാലറ്റ് ബോക്സ് കാണുന്നു. നമ്മളവിടെ ബട്ടൺ അമർത്തുന്നു, ചിരിക്കുന്നു. ഓക്കെ, എന്നാൽ റെഡി, ഗെറ്റ് റെഡി, നമ്മൾ വോട്ട് ചെയ്യാണ്. ഇവിടുന്ന് പീന്ന് ഒച്ച വരുന്ന EVM അടിക്കുമ്പോൾ പീ വരുമല്ലോ. ഓക്കെ, എലക്ഷൻ സമയത്ത് നമുക്കൊരുപാട് വൈകാരിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആ വൈകാരിക പ്രശ്നങ്ങളിൽ ഒരിക്കലും നമ്മൾ സ്വസ്ഥത നഷ്ടപ്പെടുത്താനോ നമ്മുടെ സമാധാനത്തിൻ്റെ പാർട്ടി ജയിക്കുന്നതോ ഇല്ലാതാവാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ആ സമയത്ത് നമ്മൾ ചിന്തകൾ മാറ്റുക. ഇപ്പോൾ നിങ്ങൾ എതിർപക്ഷത്തിൽപ്പെട്ട ഒരാളാണ് ജയിച്ചതെന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണെന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങൾ മുൻ കാമുകയാണെന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾക്ക് അതിനോടുള്ള ആ ഒരു എമോഷൻ വ്യത്യസ്തമാവും. അപ്പോൾ നിങ്ങളെ തോട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്. സമ്മർദ്ദം ഉണ്ടാകുന്ന രീതിയിൽ ഒരു തോട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഓക്കെ, പഞ്ചായത്ത് ഇലക്ഷൻ ചലഞ്ചിൻ്റെ ഡേ 4 ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഒരു മാനിഫെസ്റ്റോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പഞ്ചായത്തിൽ അത് വന്നാൽ ഇതുണ്ടാക്കിത്തരും. നമുക്ക് മുൻപോട്ട് വെക്കാനുള്ള നമ്മുടെ ഹാപ്പിനെസ് പാർട്ടിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. മാനിഫെസ്റ്റോ ഓഫ് കൈൻഡ്നെസ്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ഈ ഹാപ്പിനെസ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ മറന്നു വരുത്. നിങ്ങൾ പാർട്ടി മാറി ഹാപ്പിനെസ് പാർട്ടിയിലേക്ക് വരേണ്ട കാര്യമില്ല. ഏതൊരു പാർട്ടിയിലുള്ള ആൾക്കും നിലയുറപ്പിക്കാൻ പറ്റിയ ഒരു പാർട്ടിയാണ് ഹാപ്പിനെസ് പാർട്ടി എന്നുള്ളത്. മനസ്സിലായില്ലേ? ചിരിയാണ് നമ്മുടെ ചിഹ്നം. നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റോ ഓപ്പൺ ചെയ്യാണ്. അത് തുറക്കുമ്പോൾ നിങ്ങളോട് ബി കൈൻഡ്, മറ്റുള്ളവർ ദയുള്ളവരാകും എന്നുള്ളൊരു മെസ്സേജ് ഇങ്ങോട്ട് പുറത്ത് വരിക. എന്നിട്ട് നിങ്ങൾ പതിയെ അവരോട് ഇങ്ങനെ ചിരിക്കുകയാണ്. ഓക്കെ, ഈ കൈൻഡ്നെസ് നമുക്ക് ഇലക്ഷൻ സമയത്തുണ്ടാകുന്ന ഈ സ്ട്രെസ്സിനെ മുഴുവൻ അങ്ങോട്ട് നിർമ്മാർജ്ജനം ചെയ്ത് കളയുന്നുള്ളതാണ്. നമ്മളോട് കൈൻഡ്നെസ് കാണിക്കുക. നമ്മളെ സാഹചര്യത്തിൽ നിന്ന് റീഫ്രെയിം ചെയ്യാം. ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? എന്തൊരു നല്ല കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും, എന്തൊരു നല്ല കാര്യം എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചിന്തിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ റീഫ്രെയിം ചെയ്യാം. നമ്മൾ പലപ്പോഴും ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾ വേറെ ആൾ പോസ്റ്റ് ഇടുന്നു, അവരെ കുറ്റം പറയുന്നു, ഇവരെ കുറ്റം പറയുന്നു. അതിന് പകരം, ഈ കുറ്റം പറയുന്നതിന് പകരം നിങ്ങൾ മനോഭാവത്തെ ഒന്ന് റീഫ്രെയിം ചെയ്യുക. എന്ത് നല്ലത് എനിക്ക് പറയാൻ പറ്റുമെന്ന് പറയാം. ഓക്കെ, നമ്മൾ മറ്റൊരാളോട് ദയ കാണിക്കുമ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മനസ്സമാധാനം, സ്വസ്ഥതയാണ് കിട്ടുക. പഞ്ചായത്ത് ഇലക്ഷൻ ചലഞ്ചിൻ്റെ 5ാം ദിവസം നമുക്കൊരുപാട് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. മറ്റുള്ളവർക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ഈ അഭിപ്രായങ്ങൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഫോടനങ്ങളല്ല. പലപ്പോഴും ഒരു സ്ഫോടനങ്ങളുടെ രൂപത്തിലാണ് നമ്മൾ അഭിപ്രായങ്ങൾ പറയാം. അങ്ങോട്ട് തെറി പറയാം, കുറ്റം പറയാം. ഇന്ന് നിങ്ങൾ സമാധാനത്തോടെ ശാന്തതയോടൊരു അഭിപ്രായം പറയാം. എനിക്ക് നിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടമല്ല, എനിക്കിതുകൊണ്ടാണ്. ശാന്തതയോടെ പറയാം, കുറ്റപ്പെടുത്താതെ. ആരാ പറഞ്ഞത് ശാന്തമായിട്ട് എക്സ്പ്ലോഷൻ ചെയ്യണം? ഒരു നിമിഷം നിങ്ങൾ ശാന്തതയോടൊന്ന് പ്രതികരിക്കുന്നതായിട്ട് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ സമാധാനത്തോടൊന്ന് ചിരിക്കുക. ഈ ഇലക്ഷൻ സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം എന്താണ്? നമുക്ക് ആക്റ്റീവായിട്ട് കേൾക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് കേൾക്കാനുള്ള ക്ഷമയില്ലായ്മയാണ് നമ്മളെ പലപ്പോഴും അലട്ടുന്നൊരു പ്രശ്നം. നമ്മുടെ ഹൃദയം തുറന്ന് കേൾക്കുക. നമ്മൾ വെറും ഒരു വൈകാരിക മൈൻഡോട് മാത്രം കേൾക്കുന്നൊരവസ്ഥ ഉണ്ടാവും. പഞ്ചായത്ത് ഇലക്ഷൻ ചലഞ്ചിൻ്റെ 6ാം ദിവസം. ഇന്ന് ഇലക്ഷൻ സ്ട്രെസ് ഡീടോക്സ് ഡേ ആണ്. ഒരു ഇലക്ഷനും നമുക്ക് സ്ട്രെസ്സാവാൻ പാടില്ലതല്ല. നമ്മുടെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകും. സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിച്ച് തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. അപ്പം നമ്മൾ ഇന്ന് ഇലക്ഷൻ കൗണ്ട് ഡേ ആയിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇലക്ഷനിൽ വോട്ട് കൗണ്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്നു, എന്നിട്ട് ചിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രെസ്സിനെ നമ്മൾ ഡീടോക്സ് ചെയ്യുക എന്നുള്ളതാണ്.
ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് എണ്ണുന്ന ദിവസമൊക്കെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാക്കും. സ്ട്രെസ്സ് നമ്മൾ ഒരു കാരണവശാലും സ്ട്രെസ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഹാപ്പിനെസ് പാർട്ടി ജയിക്കില്ല. നമ്മുടെ ചിരി പരാജയപ്പെടും, നമുക്ക് പെട്ടെന്നുള്ള മരണങ്ങൾ വരും, നമുക്കുള്ള ജീവിതശൈലി രോഗങ്ങൾ വരും. അങ്ങനത്തെ ഒരു സാഹചര്യവും ഒരു സാമൂഹിക സാഹചര്യം കൊണ്ടും നമുക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ചിരിയോടെയും പുഞ്ചിരിയോടെയും പൊട്ടിച്ചിരിയോടെയും വേണം എല്ലാത്തിനെയും നമ്മൾ വരവേൽക്കാൻ. മനസ്സിലായില്ലേ? അത് നമ്മുടെ മുദ്രാവാക്യത്തെക്കാളും വേഗത്തിൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് സ്ട്രെസ്സ് വേണ്ട. ആര് ജയിച്ചാലും നമ്മൾ ചെയ്യുന്ന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം, വോട്ട് പിടിക്കണം, സന്തോഷത്തോടെ വോട്ട് പിടിപ്പിക്കണം. മറ്റുള്ളവരോട് ശത്രുത കാണിച്ചുകൊണ്ടല്ല. ജയിച്ചത് സന്തോഷിച്ചാൽ, ജയിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. നത്തിങ് ടു വെറി. ഇത് ലോകാവസാനമോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമോ ഒന്നുമല്ല. നത്തിങ് ടു വെറി. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 3 കാര്യം കാണുക. നിങ്ങളുടെ ഒരു രാഷ്ട്രീയ ഫീൽഡിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടേക്ക് ഒരു ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ കണ്ടിട്ട് അതൊന്ന് എഴുതി വെക്കുക. ഇലക്ഷൻ ചലഞ്ചിൻ്റെ ഡേ 7 നമ്മുടെ റിസൾട്ടിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. റിസൾട്ട് ഒരു വിജയമാണ് കൊണ്ടുതരിക. റെസ്പെക്റ്റ്, ആ വിജയം കുറച്ച് കഴിയുമ്പോൾ അസ്തമിക്കും. പക്ഷേ റെസ്പെക്റ്റ് കൊണ്ടുണ്ടാകുന്ന എമോഷൻ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്നുള്ളതാണ്. അത് ജയമായാലും തോൽവിയായാലും അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, ആദരിക്കുക, ബഹുമാനിക്കുക ചെയ്ത് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ജയിച്ചാലും തോറ്റാലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ഒരു ഹാപ്പിനെസ് ലാഫ്റ്റർ യോഗ ചെയ്യുക. ഒക്കെ ഒരു വിക്ടറി. ജയിച്ചാലും തോറ്റാലും നമ്മൾ പ്രവർത്തിച്ചു, നമ്മൾ വോട്ട് ചെയ്തു, വി വോൺ എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ലാഫ്റ്റർ യോഗ ചെയ്യുക. നമ്മുടെ ഹാപ്പിനെസ് പാർട്ടി 100% ജയിച്ചിരിക്കും. വോട്ട് ചെയ്ത പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും, ജയിച്ചാലും തോറ്റാലും അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്സെപ്റ്റൻസ് ആസ് ഇറ്റ് ഈസ്. ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ വോട്ട് ചെയ്ത പാർട്ടി തോറ്റുപോയി എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളെ പാർട്ടി ജയിച്ചുകൊണ്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആക്സെപ്റ്റ് ഇറ്റ്. എന്നിട്ട് സെലിബ്രേറ്റ് യുവർ ലൈഫ് വിത്ത് ഹാപ്പിനെസ്. ഇലക്ഷൻ ചലഞ്ചിൻ്റെ എത്രാമത്തെ ദിവസമാണ്? 9 തോന്നുന്നു, അല്ല 8 എന്താ ദിവസമായാലും എന്താ? നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവനും നിൽക്കുന്ന കാര്യമാണ്. എലക്ഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1 ദിവസം കൊണ്ട് തീരും. നമ്മളെ റിലേഷൻഷിപ്പ് അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഒരു നിമിഷം നിങ്ങളുടെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ചിന്തിക്കുക. എന്നിട്ട് അവരെ നിങ്ങൾ ഹഗ് ചെയ്യുന്നതായിട്ട് ചിന്തിക്കുക. പെണ്ണുങ്ങളാണെങ്കിൽ ഹഗ് ചെയ്യേണ്ട കേട്ടോ. പെണ്ണുങ്ങളാണെങ്കിൽ ഓപ്പോസിറ്റിലെ നേതാവിനെ ഹഗ് ചെയ്താൽ മതി. പെണ്ണുങ്ങൾ ഹഗ് ചെയ്തോളി, ആണുങ്ങൾ പോയി പെണ്ണുങ്ങൾ ഹഗ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ? അപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി നിങ്ങളടുത്ത് നിൽക്കുന്നു, എന്നിട്ട് നിങ്ങൾ അല്ല ഓപ്പോസിറ്റ് പാർട്ടിയുടെ നേതാവ് നിൽക്കുന്നു, നിങ്ങൾ ഹഗ് ചെയ്യുന്നു, ചിരിക്കുന്നു. ഓക്കെ? ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും എലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വോട്ടിൽ ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനടുത്തുള്ള സമ്മർദ്ദങ്ങളൊക്കെ പേറി നടക്കണം എന്നല്ല. ഓക്കെ? തീർച്ചയായിട്ടും എലക്ഷൻ ചലഞ്ചിൻ്റെ 9 ദിവസം എന്താ പറയാനുള്ളതെന്ന് അറിയാമോ? നമ്മുടെ തലയിൽ ഒരുപാട് അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ ഈ ഇലക്ഷൻ സമയത്ത് ഇട്ട് തരും എന്നുള്ളതാണ്. അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. നിങ്ങൾ ഈ നിമിഷങ്ങൾ ആഘോഷിക്കുക. വോട്ട് പിടിക്കാൻ പോകുന്നത് ആഘോഷിക്കുക, വോട്ട് ചെയ്യാൻ പോകുന്നത് ആഘോഷിക്കുക, ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മുദ്രാവാക്യം വിളിച്ചു പോകുന്നത്, പോസ്റ്റർ ഒട്ടിക്കുന്നത്, ഇതൊക്കെ ആഘോഷിക്കുക. ഇതൊന്നും മറ്റൊന്നിനുള്ള ശത്രുത ഉണ്ടാക്കിയിട്ടോ അതിനോട് ഈ എതിർപ്പുണ്ടാക്കിയിട്ടോ അതൊരു വലിയ ഭാരമായിട്ട് തലയെ കൊണ്ടു നടക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു നിമിഷം നിങ്ങളെ തലയിലുള്ള ഈ വേസ്റ്റ് ചിന്തകൾ ഇതിനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒരു ടാപ്പിലൂടെ ഇങ്ങനെ തലയിൽ നിന്ന് പുറത്ത് വരുന്നു. എന്നിട്ട് ഇങ്ങനെ വാഷ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ക്ലീൻ ആക്കുക, എന്നിട്ട് ചിരിക്കുക. ഓക്കെ? പഞ്ചായത്ത് ഇലക്ഷൻ ചലഞ്ചിൻ്റെ ഡേ 10 നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയേക്കാളും വലിപ്പമുണ്ട്. ഇത് ഉപേക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ഇലക്ഷൻ്റെ സമയം കാരണമാവാനേ പാടില്ല. നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പതാക ഇങ്ങനെ വീശി വരുന്നു, എന്നിട്ട് അതൊരു പ്രാവായിട്ട് മാറുന്നു, എന്നിട്ട് ചിരിക്കുന്നു. പതാക വരുന്നു, പ്രാവാവുന്നു, പാറിപ്പോന്നു.